നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സ്ഥലം കണ്ടെത്തി. ആരും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. റഷ്യൻ തുർക്കി സേനകൾ സംഭവസ്ഥലത്തേക്ക്. സംസ്ഥാനത്ത് ഇന്നും തീവ്രമഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരം അടക്കം 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോഴിക്കോട് മഴയ്ക്കിടെ ഷോക്കേറ്റ് 18-കാരന് ദാരുണാന്ത്യം. രാജ്യാന്തര അവയവ കടത്തുകേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി 20-ലധികം പേരെ ഇറാനിലെത്തിച്ചു. ഇരയാക്കപ്പെടുന്നവർക്ക് നൽകിയിരുന്നത് 10 ലക്ഷം രൂപ. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ നിർണായക വിധി ഇന്ന്. അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി വേണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വിചാരണ കോടതിയുടെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ അപ്പീലും കോടതിയിൽ. കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള നിർണായക തീരുമാനമെന്ന്. പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. വാർഡ് വിഭജനത്തിനായുള്ള ഓർഡിനൻസ് ഇറക്കൽ പ്രധാന അജണ്ട. 941 പഞ്ചായത്തുകളിലായി 1300-ലേറെ വാർഡുകൾ വർദ്ധിക്കും. ലോക്സഭയിലേക്കുള്ള 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങൾ വിധിയെഴുതുന്നു. ജനവിധി തേടി രാഹുൽ ഗാന്ധി, സ്മൃതി ഇറാനി, രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖർ. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം